എൻ്റെ കോൺഷ്യസ്നെസ്സിന് നന്ദി. എൻ്റെ ബോധപൂർവമുള്ള ചിന്തകൾക്ക് നന്ദി. ഈ വിഷയമാണ് നമ്മൾ ഇന്ന് ഗ്രാറ്റിറ്റ്യൂഡ് മൈൻഡ് ട്യൂണിംഗ് പ്രോഗ്രാമിലൂടെ പരിശീലിക്കുന്നത്. മക്കൾക്ക് നൽകേണ്ട ഏറ്റവും വലിയ പാഠം എന്താണെന്നറിയുമോ? സ്കൂളിലെ പാഠങ്ങളല്ല, നല്ല ആഹാരം കഴിക്കുന്ന കാര്യങ്ങളല്ല, ജീവിതം ആഘോഷിക്കുന്ന കാര്യങ്ങളല്ല. അതിനപ്പുറത്ത് സ്വന്തം ജീവിതത്തിൻ്റെ പ്രാധാന്യം എന്താണെന്നാണ് നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അങ്ങനെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ആ പാഠം മനസ്സിലാക്കിയിരിക്കണം. കുടുംബത്തിലോ സ്കൂളിലോ കോളേജിലോ സമൂഹത്തിലോ ജോലിസ്ഥലത്തോ വഴിയിലോ ആരെങ്കിലും മോശമായി പെരുമാറിയാൽ അത് ജീവിതം ഉപേക്ഷിക്കാൻ വേണ്ട കാരണമല്ല. കാരണം ഒരു കുഞ്ഞിനെ ഈ ലോകത്തേക്ക് കൊണ്ടുവരുന്നത് വെറും ഒരു തീരുമാനം മാത്രമല്ല, ദമ്പതികളുടെ സമർപ്പണമാണ്. 10 മാസം ചുമന്ന് ഒരു ചെറിയ ചലനം പോലും ശ്രദ്ധിച്ച് കയ്യോ കാലോ ശരിയായി വളരുന്നുണ്ടോ എന്ന് നോക്കി ഒരു ജീവനെ നമ്മൾ രൂപപ്പെടുത്തുന്നു. അമ്മയുടെ ഹൃദയം, ഒരച്ഛൻ്റെ ഉത്തരവാദിത്വം, ഇത് രണ്ടും ചേർന്നതാണ് ഒരു കുഞ്ഞിൻ്റെ ജീവിതം. മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ അവരെ വളർത്തുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും വലിയ പാഠം എന്താണ്? നീ ഇവിടെ എന്തിനാണ് വന്നതെന്ന ബോധം. മാർക്കുകളും റാങ്കുകളും ജോലികളും ഇവയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗങ്ങൾ മാത്രമാണ്, ജീവിതം തന്നെയല്ല. ഒരു വ്യക്തിയുടെ മൂല്യം അവൻ എത്ര മാർക്ക് നേടി എന്നതിലല്ല, അവൻ ആരാണ് എന്ന് സ്വയം മനസ്സിലാക്കിയതിലാണ്. പ്രകൃതി നമ്മെ ജീവിക്കാൻ പഠിപ്പിക്കുന്നു. ചെറിയ ചെറിയ അനുഭവങ്ങളിലൂടെ, വേദനയിലൂടെ, സന്തോഷത്തിലൂടെ. അതെല്ലാം ഒരു ട്രെയിനിങ് ആണ്, ജീവിതത്തിനുള്ള ട്രെയിനിങ്. ഈ പാഠങ്ങൾ നമ്മുടെ മക്കൾക്ക് ബോധപൂർവം പഠിപ്പിച്ചാൽ അവർ സർവൈവ് ചെയ്യാൻ മാത്രമല്ല, വാല്യൂ നൽകിക്കൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ പഠിക്കും. ഞാനൊരു വാല്യൂ പ്രൊവൈഡർ ആണ് എന്ന് സ്വയം ബോധ്യമുണ്ടാവും. മറ്റാരെയും ഇകഴ്ത്തി സംസാരിക്കുക പോലുമില്ല. മറ്റൊരാൾക്കും വേദന ഉണ്ടാക്കുന്ന ഒന്നും അവർ ചെയ്യില്ല. ഒരാൾക്കും മറ്റൊരാളെ തകർക്കാൻ സാധിക്കില്ല എന്ന പ്രകൃതി നിയമം സ്വയം മനസ്സിലാക്കിക്കൊള്ളും. ഇത് പ്രകൃതിയുടെ നിയമമാണ്. പക്ഷെ ഒരു മനുഷ്യൻ തകരുന്നത് എപ്പോഴാണ്? അവൻ ആരാണെന്ന് മറന്നപ്പോൾ. അതുകൊണ്ട് നമ്മൾ ആദ്യം പഠിക്കേണ്ട പാഠം, ഞാൻ ആരാണ്, എൻ്റെ സ്വന്തം ഉത്തരവാദിത്തം എന്താണ്. മറ്റൊരാൾ ഇകഴ്ത്തിയാൽ താഴ്ന്നു പോകുമോ? ഒരിക്കലും പോവില്ല, പോകരുത്. സ്വയം നീതി പുലർത്തണം. ബി ട്രൂ ടു യുവർ സെൽഫ്. മറ്റുള്ളവർക്ക് മുൻപിലല്ല, സ്വന്തം ഉള്ളിൽ. ഈ ജന്മം മുഴുവൻ നമ്മളോടൊപ്പം ജീവിക്കാൻ വന്ന ഒരു ജീവൻ നമ്മുടെ ഉള്ളിലുണ്ട്. അതാണ് യഥാർത്ഥ നമ്മൾ. ആ ജീവന്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ ഈ ബോധം നമ്മുടെ മക്കൾക്ക് ഓരോ ദിവസവും വീട്ടിലെ ഓരോ അനുഭവങ്ങളിലൂടെ നൽകാൻ കഴിഞ്ഞാൽ അവർക്ക് ഭയം കുറയും, കൺഫ്യൂഷൻ കുറയും. അവർ ഈ ലോകത്ത് ഏറ്റവും നല്ലവരായി ജീവിച്ചു പോയിക്കൊള്ളും. നമ്മളുടെ കാലത്തിന് ശേഷവും അവരുടെ അടുത്ത തലമുറയിലേക്ക് അവർ അത് പകർന്നു നൽകും. അവർക്ക് ജീവിതം വ്യക്തമായി കാണാൻ സാധിക്കും. ഇന്നു മുതൽ മക്കൾക്ക് മാർക്ക് മാത്രമല്ല നമ്മൾ പഠിപ്പിക്കേണ്ടത്, ജീവിതം മനസ്സിലാക്കാൻ പഠിപ്പിക്കണം. ജയിക്കാനല്ല, നിലനിൽക്കാൻ പഠിപ്പിക്കണം. മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യുവാനല്ല, നേട്ടങ്ങൾ നേടുവാനല്ല, സ്വയം സത്യസന്ധമായി ജീവിക്കാൻ പഠിപ്പിക്കുക. അതായത് മറ്റുള്ളവർ താഴ്ത്തിക്കെട്ടിയാലും അവനവനെ സ്വയം താഴ്ത്തിക്കെട്ടാതെ കണ്ടിരിക്കുവാൻ പരിശീലിക്കണം ഓരോ വ്യക്തിയും. കാരണം കോൺഷ്യസ് ആയ ഒരു വ്യക്തിയെ തകർക്കാൻ ഈ ലോകത്ത് മറ്റൊരാൾക്കും സാധിക്കില്ല. ഇത് വളരെ പവർഫുൾ ആയ ഒരു ആശയമാണ്. അതുകൊണ്ട് തന്നെ സ്വയം പ്രാക്ടീസ് ചെയ്യുക, കുഞ്ഞുങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. ജയവും തോൽവിയും നിശ്ചയിക്കുന്നത് മനുഷ്യന്മാരല്ല, അതിനും അപ്പുറത്ത് ഒരു ശക്തിയുണ്ട്. നിങ്ങൾ നിങ്ങളോട് എത്രമാത്രം ബോധപൂർവം പെരുമാറുന്നുവോ, നിങ്ങളുടെ ഉള്ളിലെ ചൈതന്യത്തെ നിങ്ങൾ എത്രമാത്രം ബഹുമാനിക്കുന്നുവോ, സ്നേഹിക്കുന്നുവോ, അതനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളിലും കിട്ടുന്ന റിസൾട്ട്. അത് ഒരു വ്യക്തിയുടേതല്ല, ഒരു കുടുംബത്തിൻ്റേതല്ല, കൂടെ കൊണ്ടുവന്ന ആ ചൈതന്യത്തിൻ്റെ മാത്രം പ്രഭയാണ്.
അതുകൊണ്ട് വ്യക്തിയിൽ ഈ ചൈതന്യത്തിൻ്റെ പ്രഭ നിലനിൽക്കണമെങ്കിൽ ഓരോ വ്യക്തിയും സ്വയം തീരുമാനിക്കണം, ഈ ചൈതന്യം എങ്ങനെ എൻ്റെ ഉള്ളിൽ സ്പന്ദിച്ചുകൊണ്ടേയിരിക്കണമെന്ന്, പ്രകാശിച്ചുകൊണ്ടേയിരിക്കണമെന്ന്. എൻ്റെ ഉള്ളിൽ മിഴിവോടെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ചൈതന്യത്തിന് നന്ദി. താങ്ക് യു. ലവ് യു. ബ്ലെസ് യു.